അപ്പം ഈ രാവിലെ ഈ സ്റ്റെപ്പും കയറി എന്നെ ഈ വലിച്ചു കൊണ്ടുവന്ന് എങ്ങോട്ടേക്കെന്ന് പറഞ്ഞാൽ ഈ തേങ്ങയെല്ലാം ഉടച്ചെടുത്ത് വെക്കണം എന്ന് പറഞ്ഞു. കാരണം എണ്ണയാട്ടണം പോലും. അപ്പോൾ രാവിലെ തന്നെ എണ്ണ എണീപ്പിച്ചിട്ടുണ്ട് അമ്മ. എന്നിട്ട് നേരെ ആദ്യം നമ്മൾ ഷീറ്റ് വലിങ്ങനെ നിരത്തി വെച്ചു. ആകെ ഇത്ര പോരില്ലേ തേങ്ങക്ക് കൊത്താന്ന് പറഞ്ഞു. തേങ്ങയെല്ലാം ഉടച്ചു വെക്കാമെന്ന് പറഞ്ഞു. കൊത്തൽ മീൻസ് നമ്മളെടുക്കുക ഉടയ്ക്കൽ അങ്ങനെ പറയില്ലേ, തേങ്ങ രണ്ടാക്കുന്നതിന് അങ്ങനെ ആക്കി. ഞാനത് നിരത്തി വെക്കാമെന്ന് പറഞ്ഞു. അമ്മ ഈ തേങ്ങ ഉടക്കുന്ന സമയത്ത് ഞാൻ പോസ്റ്റല്ലേ, അപ്പം ഞാൻ ചെറുതായിട്ട് അമ്മേനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ദേ ഇതുപോലെ പൊട്ടിക്കാനും അറിയില്ല. അമ്മ കുറച്ച് ബിസി ആയതുകൊണ്ട് അതിനൊന്നും എന്നെ പറഞ്ഞില്ല. അത് ചിലപ്പോൾ നന്നായി, ഇല്ലെങ്കിൽ ഒരു തേങ്ങ എൻ്റെ മേക്കിട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഉടക്കല്. നല്ല രസമായിരുന്നു രാവിലെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഈ സമയമൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ, പ്രത്യേകിച്ച് മുകളിൽ പോയിട്ടില്ല ഈ വ്യൂ. അതിൻ്റെ ഇടയിൽ ഞാൻ രാവിലെ തന്നെ വെറും വയറ്റിൽ തേങ്ങ വെള്ളം കുടിച്ചു. എന്താവുമെന്ന് കണ്ടറിയാം. പിന്നെ ഒരു പൊങ്ങും കൂടി കഴിച്ചു. ഇതിനെ നമ്മൾ പൊങ്ങ് എന്നാണ് പറയുന്നത്. നിങ്ങളെ നാട്ടിൽ എന്താണെന്ന് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. ഇത് തേങ്ങയുടെ ഉള്ളിലുള്ള ആ സാധനമാണ് കേട്ടോ. പിന്നെ ഞാൻ തേങ്ങയെല്ലാം നിരത്തി വെച്ചു, വലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത്. അപ്പോഴേക്കും നമ്മുടെ സൂര്യചേട്ടൻ വന്നു. സൂര്യന് ഗുഡ് മോർണിംഗ് എല്ലാം പറഞ്ഞ് അപ്പം അടിപൊളി സൺറൈസൊക്കെ കണ്ട് ഞാൻ പോട്ടെ. എനിക്കന്ന് കണ്ണ് നീക്കാൻ പോലും പറ്റുന്നില്ല രാവിലെ എണീച്ചുകൊണ്ട്. ചൈനക്കാരെ കണ്ണ് പോലെ ആയില്ല എൻ്റെ കണ്ണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്.